മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള സിറോ മലബാർ സഭ സിനഡിന് സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തുടക്കമായി. വോട്ടെടുപ്പ് പ്രക്രിയ ഇന്ന് തുടങ്ങും. രഹസ്യ ബാലറ്റ് സംവിധാനത്തിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആകെ 65 മെത്രാന്മാരാണ് സിറോ മലബാർ സഭയിലുള്ളത്. ഇവരിൽ 53 പേർക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത്. 80 വയസ്സ് പിന്നിട്ട ബിഷപ്പുമാർക്ക് വോട്ടവകാശമില്ല. അതല്ലെങ്കിൽ അവർ ഏതെങ്കിലും രൂപതയുടെ അധ്യക്ഷന്മാരായിരിക്കണം, അതുമല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ ഉള്ളവരായിരിക്കണം. ഒന്നാം റൗണ്ട് വോട്ടെടുപ്പിൽ 2/3 ഭൂരിപക്ഷം നേടുന്നവരാണ് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുക. ഒന്നാം റൗണ്ടിൽ ആർക്കും 2/3 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 2, 3, 4, 5 എന്നിങ്ങനെ റൗണ്ടുകളിലേക്ക് പോകും. 5-ാം റൗണ്ട് ആകുമ്പോഴും ആർക്കും 2/3 ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ 6, 7 റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്നയാളെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടും. 6, 7 റൗണ്ടുകളിലും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ 8-ാം റൗണ്ടിലെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയും ചെയ്യും. മേജർ ആർച്ച് ബിഷപ്പായി ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിൻ്റെ അനുമതി തേടും. അദ്ദേഹം അനുമതി നൽകിയാൽ ആ പേര് വത്തിക്കാനിലേക്ക് കൈമാറും. വത്തിക്കാൻ്റെ അനുമതിയോടെ ഒരേ സമയം വത്തിക്കാനിലും സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തും. സ്ഥാനാരോഹണത്തോടെ മാത്രമേ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. സിറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഇത് 4ാമത് മേജർ ആർച്ച് ബിഷപ്പിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.